സർ, ഈ പഹൽഗാം ആക്രമണത്തിലെ ഇന്ത്യയുടെ ആ തിരിച്ചടി പാകിസ്ഥാൻ ഇനിയും ആ ഷോക്കിങ്, ആ കിട്ടിയ അടിയുടെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവരുടെ പ്രധാനമന്ത്രി അങ്ങനെയാണ് പ്രസ്താവിച്ചത്. കാര്യം അവരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവർ കാണിച്ച കള്ളത്തരങ്ങൾ പുറത്തു വരികയാണ്. നല്ല ഏറ്റ അടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. സാർ, അതൊന്ന് പറയൂ, എന്താ? തീർച്ചയായിട്ടും പിന്നെ ആ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ ഇനിയും മോചിതരായിട്ടില്ലെന്ന് തന്നെ വേണം കരുതാൻ. അതാണ് വിമാനത്താവളത്തിലെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നതില്ലെന്നാണ് ഇന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മിസൈൽ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. ബ്രഹ്മോസിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് രസകരമായൊരു വസ്തുത, പിന്നെ ഇപ്പോഴും അവർ ഭീകരരോടൊപ്പമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നടന്നു. കഴിഞ്ഞ ദിവസം തീവ്രവാദികളുടെ ചീഫ് അടങ്ങുന്നവരും പാക് മന്ത്രിമാരും ഒരുമിച്ച് ഒരേ റാലിയിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. അതായത് പിന്നെ അതൊരു അഭിമാനമായിട്ട് അവർ കരുതുകയാണ് ഭീകരരെന്ന് പറയുന്നത്. അപ്പോൾ അവർ വളരെ മെനക്കെടുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ. പാകിസ്ഥാൻ അല്ല, ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ അല്ല എന്ന് പറഞ്ഞ് മെനക്കെടുമ്പോൾ തന്നെയാണ് ഈ ഭീകരരുടെ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഭരണാധികാരികൾ, സ്പീക്കർ, മന്ത്രിമാർ ഇവരൊക്കെ ചെന്ന് പിന്നെ നിൽക്കുന്നത്. എത്രയോ നിന്ദ്യമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടും പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാകാം ചില രാജ്യങ്ങളിൽ. ഇപ്പോൾ കൊളംബിയ പാക് പൗരന്മാരുടെ പിന്നെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതായിട്ട് ഒരു വാർത്ത കണ്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചില രാഷ്ട്രങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താനാണല്ലോ നമ്മൾ പരമാവധി ശ്രമിക്കുന്നത്. നമ്മൾ മറ്റേ അങ്ങനെയുള്ള ചിന്ത അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുന്നത്. നമ്മുടെ പ്രഗത്ഭരായ നയതന്ത്രജ്ഞന്മാർ അടങ്ങുന്നവരെ അതിനാണല്ലോ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോയി അത് നേരിട്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അത് നടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. അവരുടെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അല്ലല്ലോ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പതിയിരുന്ന് ആക്രമിക്കുക, ഭീകരരെ വളർത്തുക, ഭീകരരെ വളർത്തി അവരെ നുഴഞ്ഞുകയറ്റക്കാരാക്കി മാറ്റുക, അവരെ പിന്നെ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അത് അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഭീകരരുടെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഭാഗം കൂടിയാണ് ബംഗ്ലാദേശിലൊക്കെ ഇന്ത്യക്കെതിരായ ഒരു വികാരം രൂപപ്പെട്ടു വന്നതിന്. അല്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വികാരം രൂപപ്പെട്ട് വരേണ്ട കാര്യമില്ല, ഭീകരമായി വരേണ്ട കാര്യമില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരരുടെ താവളങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഭീകരരെ കൊണ്ട് ഈ രാജ്യത്തെ ആക്രമിച്ചിട്ട് തങ്ങൾക്ക് നല്ല പിള്ള ചവയ, തങ്ങളുടെ യുദ്ധം അല്ല എന്നുള്ള ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കമുള്ള ആക്രമണം, ഈ ആക്രമണത്തിൽ പകച്ചുപോയി എന്നുള്ളതാണ്. പകച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ലക്ഷ്യമാക്കുന്നത് ഭീകരരുടെ താവളമാണല്ലോ. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ഭീകര താവളങ്ങളെ നമുക്ക് സംവിധാനങ്ങളാണ് അല്ല വളരെ കൃത്യമായിട്ട്. കാരണം നമ്മൾ പിന്നെ ഈ ഭീകരരുടെ താവളങ്ങളെന്ന് പറയുന്നത് പിന്നെ കൃത്യമായി നോട്ട് ചെയ്യപ്പെട്ട് വെച്ചിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങൾ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ കയറി ആക്രമിക്കാൻ ഉള്ള ചില പരിധികളും ചില പരിമിതികളും ഉണ്ടല്ലോ. അതിനകത്ത് നിന്നുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വെറുതെ ഇത് പറഞ്ഞു അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുദ്ധം, അതല്ലെന്നുണ്ടെങ്കിൽ അതിർത്തി കടന്നുള്ള യുദ്ധം, ഇതൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതും ചെയ്തതും അങ്ങനെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പത്തി ഉയർത്തിയാൽ മാളത്തിൽ നിന്ന് പത്തി ഉയർത്തിയാൽ ആ പത്തി അടിച്ചു താഴ്ത്തിയ ആ മാളം എന്താ പറയുന്നത് മണ്ണിട്ട് മൂടുമെന്ന് ഉള്ള ഒരു പ്രസ്താവന, ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി. അത് ശരിയുമാണ്. കാരണം അത് അത്ര കൃത്യമായിട്ടാണ്. ഇത്ര കൃത്യമായ ഒരു ആക്രമണം നമുക്ക് ആരുടെയും മുമ്പിൽ യുദ്ധം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഭീകരാക്രമണം തടയുക എന്നുള്ളതാണ്. നമ്മൾ പ്രതിരോധം മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും ഭീകരാക്രമണം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ലെന്നും അത് ലോകം മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നമാണെന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒളിപ്പോരും ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെടേണ്ടത് എന്ന് ഒരു സന്ദേശം നൽകുകയാണ് കൃത്യമായിട്ട് ചെയ്തത് നമ്മുടെ ഈ ആക്രമണത്തിൽ. അങ്ങനെയാണ് ഭീകര താവളങ്ങളും പിന്നെ താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തകർത്തുകൊണ്ടാണ്, ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടും സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടുമുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സൈന്യം ചെയ്തത്. അത് കൃത്യമായി ചെയ്യാൻ നമ്മുടെ സൈന്യത്തിന് വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു, അവർക്ക് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പിന്നെ കരുത്ത് നമുക്ക് ലോകത്തെ ബോധ്യപ്പെടുത്താനും നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും. പിന്നെ നമ്മുടെ രാജ്യത്ത് ചെറുക്കേ ഉള്ളത് മനസ്സിലാകാത്തതെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ചിലർക്ക് ഇതിനെപ്പോലും രാഷ്ട്രീയമായി കണ്ട് ഉപയോഗിക്കുന്ന ഒരു ടീം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് എന്തിനേയും രാഷ്ട്രീയവൽക്കരിച്ചു കൊള്ളണ്ടേ. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുദ്ധം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി,
നമ്മൾ പ്രതിരോധിക്കാൻ താല്പര്യമുള്ള എന്ന് ബോധ്യപ്പെടുത്തി. പിന്നെ അടിസ്ഥാനപരമായ കാശ്മീരിൻ്റെ കാര്യത്തിൽ ആരുടെയും എന്താ പറയുന്നത് ഒരു മീഡിയേഷൻ നമുക്കൊരു മധ്യസ്ഥ നമുക്ക് ആവശ്യമില്ല. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നുള്ള കൃത്യമായ നിലപാട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യ അനന്തര സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പാക് വിഭജന സമയത്ത് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാശ്മീരിൻ്റെ ചില ഭാഗം പിടിച്ചെടുക്കാൻ കൊള്ളക്കാരുടെ സഹായത്തോടു കൂടി അത് ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നമുക്ക് വളരെ കൃത്യമായ നയമുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല കാശ്മീർ എന്നുള്ളതും അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളതല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുകയില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഭീകരരെ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം നമ്മുടെ രാജ്യത്ത് കാശ്മീർ ശ്രദ്ധിക്കേണ്ട അവസ്ഥ 320-ാം വകുപ്പൊക്കെ റദ്ദാക്കി കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് പിന്നെ കാശ്മീരെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് ലയിച്ചു ചേരുകയായിരുന്നു. അവിടെ ബിസിനസ് ചെയ്യുന്നതിനും അവിടെ താമസിക്കുന്നതിനുമൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഒരുപാട് മാറ്റിയതോടുകൂടി കാശ്മീരിലേക്ക് എത്താൻ കഴിഞ്ഞു. കാശ്മീരിലേക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന അടക്കം പുത്തൻ സ്ട്രക്ചറുകൾ ആരംഭിക്കുന്നതിന് അടക്കം ഉള്ള ഒരു സംവിധാനം നമ്മൾ പിന്നെ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാർ, ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ള സാറ് പറഞ്ഞ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് എന്തും പറയുക എന്നുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പഹൽഗാമിലെ നമ്മുടെ സിവിലിയൻസിൽ ഇതിലൊന്നും പെടാത്ത ടൂറിസ്റ്റുകളെയാണ് ഇവർ ആക്രമിച്ചത്. എന്നിട്ടാണ് അവർ പറഞ്ഞത് നരേന്ദ്രമോദിയോട് പോയി പറയാന്നൊക്കെ പറഞ്ഞു. അതെ വളരെ കൃത്യമാണ്. അതാണ് വളരെ കൃത്യമായിട്ട് അവർ കഴിഞ്ഞ ദിവസം 31-കാരൻ്റെ ഭാര്യയെ നരേന്ദ്രമോദി അവരുടെ കുടുംബത്തെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വികാരനിർഭരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു സംഭവമാണ്. അപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾ നരേന്ദ്രമോദിയോട് പോയി പറയാം. അവരെ കൂടെ കൊല്ലാൻ അവർ ആവശ്യപ്പെടുകയാണ്. ഇവരുടെ മുമ്പിൽ യാചിക്കുകയാണ്. അത് വേദനാജനകമായ ഒരു അനുഭവമാണ്. എന്നിട്ടാണ് അതിന് കൃത്യമായ മറുപടി അതാണല്ലോ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അതെ ഒരു സിന്ദൂരം വായിച്ചവരെ എതിരെയുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു പേരിട്ടുകൊണ്ട് തന്നെ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അത്രയേറെ രൂക്ഷമാണ്. അത് അവർക്ക് അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. അവരുടെ ഭീകരാക്രമണം കാരണം ലോകത്തിന് മുമ്പിൽ ഇന്ത്യ യുദ്ധം നടത്തി എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ യുദ്ധം നടത്തി എന്ന ചിന്തയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇവർ ആദ്യം ശ്രമിച്ചത്. ഈ വന്ന് ചൊറിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചിങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തിയിട്ടും നമ്മൾ ആക്രമിച്ചു എന്നുള്ള സ്റ്റൈലിലേക്ക് എന്നിട്ടാണ് അവർക്ക് വെടിനിർത്തലിന് അപേക്ഷിക്കേണ്ടി വന്നു. വെടിനിർത്തലിന് ആവശ്യപ്പെടേണ്ടി വന്നു. നമ്മൾ 3/4 ദിവസം പോലും നിന്ന് അടിച്ചില്ല. അപ്പോഴത്തേക്ക് അവർക്ക് അത് മനസ്സിലായി. അപ്പോൾ ആ ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല എന്നുള്ളതാണ് ഈ പാക് പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന നമ്മൾ കാണുന്നത്. ഇത് പറയുമ്പോഴും ഇതിനകത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള വസ്തുത ചിലപ്പോൾ അങ്ങ് തുറന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം കിട്ടിയ അടിയുടെ ആഘാതം കൊണ്ട് അവരങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അതെ. പിന്നെ സാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ, ഈ ലഷ്കർ ഭീകരവാദികളെ കൂടി അവരുടെ മന്ത്രിയുടെ കൂടെയുള്ള ആ പിന്നെ ദൃശ്യം ഒരു മുക്കിന് ഞങ്ങൾ ഭീകരവാദം ഞങ്ങളൊന്നുമല്ല ഈ കള്ളം ചെയ്തവര് ഈ കള്ളം ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ കള്ളത്തിന് തീർച്ചയായിട്ടും ഭീകരവാദികളെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടുള്ള അപകടം അത് ലോകരാഷ്ട്രങ്ങൾക്ക് നേരത്തെ തൊട്ട് തന്നെ ബോധ്യപ്പെട്ടു. അത് ഈ ഒരു ആക്രമണത്തോടുകൂടി കൂടുതലായി ലോകരാഷ്ട്രങ്ങൾ അത് ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. അല്ലാത്തവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ തുർക്കിയും ചൈന ഈ പറയുന്ന ചൈനയ്ക്ക് പാകിസ്ഥാനെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് അവരുടെ ആയുധങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. ചൈനയ്ക്ക് അങ്ങനെ ആ രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചൈന എന്ന് പറയുന്നത് ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നതിനുള്ള ഒരു മത്സരം ഇന്ത്യയും ചൈനയും തമ്മിലുണ്ട്. വല്ലാത്ത സ്പർദ്ധയുണ്ട്. അങ്ങനെ ഒരു മത്സരമുണ്ട്. ചൈനയ്ക്ക് ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നതിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പരമ്പരാഗത ശത്രുവായി തന്നെ ചൈന ഇപ്പോഴും നിലനിൽക്കുകയാണെന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വല്ലാതെ അലോസരപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. പിന്നെ കൂട്ടത്തിൽ ഈ തുർക്കി ഇവരുടെ ഈ ഒരു മുസ്ലിം സ്നേഹം കാണിച്ചുകൊണ്ട് പിന്നെ പാകിസ്ഥാനിലോടുള്ള മുസ്ലിം സ്നേഹം കാണിച്ചുകൊണ്ട് തുർക്കി വന്നിട്ടുണ്ടല്ലോ. പിന്നെ ബംഗ്ലാദേശും വന്നിട്ടുണ്ടല്ലോ. ബംഗ്ലാദേശിനെയൊക്കെ ആരാ കൊണ്ടുവന്നത്? ബംഗ്ലാദേശിനെ അടക്കമുള്ള രാജ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭീകര താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതാണ്. അപ്പം നമുക്ക് 2-3 കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭീകരരെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ, അല്ലാതെ അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല.
തീർച്ചയായിട്ടും നമുക്ക് യുദ്ധമല്ല നമ്മുടെ ലക്ഷ്യം, ഭീകരതയെ തുടച്ചു നീക്കുക എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുന്നു എന്നുള്ളത് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ തുറന്നു കാണിക്കുന്നതിന് കൂടി വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. അപ്രതീക്ഷിതമാണ് ആയിപ്പോയി ഈ ആക്രമണം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ പലതും ഇനിയും സംഭവിക്കും. 10 ഉയർത്തിയാൽ ഇവർ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് അപ്പുറത്തായിരിക്കും. ഇന്ത്യ അത്ര കണ്ട് വളർന്നിരിക്കുന്നു, ഇന്ത്യ അത്ര കണ്ട് സൈനികമായി വളർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.